ടീച്ചേഴ്സ് ഓൺ ലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. LLBക്ക് ശേഷം അല്ലെങ്കിൽ LLBയോടൊപ്പം സിവിൽ സർവീസ് കോച്ചിങ്ങിന് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കുമോ? അതല്ല എങ്കിൽ UPSC ആസ്പിരന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് LLB കോഴ്സ് എടുക്കുന്നത് ഗുണകരമായിരിക്കുമോ എന്നുള്ള കുറച്ച് ഡൗട്ടുകൾ ഒന്ന് രണ്ട് കുട്ടികൾ മെസ്സേജ് ആയിട്ട് കമന്റ് ബോക്സിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ലോ ആസ്പിരന്റിന്റെ എപ്പോഴും ഉള്ള ഒരു സംശയമായിരിക്കും എന്തൊക്കെയാണ് ആഫ്റ്റർ LLB ഓപ്പർച്യൂണിറ്റീസ് ഉള്ളതെന്ന്. ആഫ്റ്റർ LLB ഉള്ള ഓപ്പർച്യൂണിറ്റീസിനെ സംബന്ധിച്ച് കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ LLBയോടൊപ്പം എങ്ങനെയാണ് അല്ലെങ്കിൽ LLBക്ക് ശേഷം നിങ്ങൾക്ക് UPSCക്ക് പ്രിപ്പയർ ചെയ്യുന്നത് അത് ഗുണകരമായിരിക്കും എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ലോ റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു ലോ സ്റ്റുഡന്റ് അല്ലെങ്കിൽ ഒരു ലോ ആസ്പിരന്റ് എന്ന് പറയുമ്പോൾ അവിടെ എന്തായാലും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻഡെപ്തായി പഠിക്കുന്നുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷന്റെ ഓരോ ആർട്ടിക്കിൾസും കേസ് ലോസും അനാലിസിസും ഒക്കെ ആയി ഇൻഡെപ്തായി പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ UPSCക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് വളരെ ഗുണകരമായിരിക്കും. UPSCയുടെ ഒരു മേജർ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് തന്നെയാണ് ഇന്ത്യൻ പൊളിറ്റി എന്ന് പറയുന്നത്. ഇന്ത്യൻ പൊളിറ്റിയിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ് മേജറായി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾക്ക് വ്യക്തമായിട്ടും LLBക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അത് പഠിച്ച ഒരാളായതുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു മേജർ പോർഷൻ UPSCയുടെ അവിടെ കവർ ചെയ്യാനായിട്ട് സാധിക്കും. ലോയില് മേജർ ആയിട്ടുള്ള കുറേ പോർഷൻസ് കവർ ചെയ്യുന്നുണ്ട് UPSCക്ക് വേണ്ടിയിട്ടുള്ളത്. ഒരു ലോ സ്റ്റുഡന്റ് എന്ന് പറയുമ്പോൾ ഒട്ടുമിക്ക ലോ സബ്ജക്ട്സിനെ കുറിച്ചും അല്ലെങ്കിൽ എല്ലാ ലോ സബ്ജക്ട്സിനെ കുറിച്ചും ഒരു ധാരണയുള്ള ഒരാളായിരിക്കണം ഒരു അഡ്വക്കേറ്റ് ആയിട്ട് വരേണ്ടത്. അപ്പൊ ആ ഒരു ക്വാളിഫിക്കേഷൻ തന്നെയാണ് ഒരു സിവിൽ സർവന്റിന് വേണ്ടത്. ഒരു സിവിൽ സർവന്റ് എന്ന് പറയുമ്പോഴും ഒട്ടുമിക്ക കാര്യങ്ങളെക്കുറിച്ച് എല്ലാം ഒരു ധാരണയുള്ള ഒരു വ്യക്തിയായിരിക്കണം. എല്ലാ കാര്യങ്ങളും നമ്മൾ ലോയിൽ പഠിക്കുന്നു എന്നല്ല, പക്ഷെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ നമ്മൾ ഇൻഡെപ്ത് ആയിട്ട് പഠിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ അടുത്ത് പറയാൻ പറ്റുന്നത് 5 year LLB കോഴ്സാണ്. 5 year ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള LLB കോഴ്സിലേക്ക് വരുമ്പോൾ അതിൽ BA LLB ആണ് ഏറ്റവും ക്ലോസ് ആയിട്ട് നിൽക്കുന്നത്. അപ്പൊ BA LLBയിൽ ഞാൻ BA LLB ആയിരുന്നു. BA LLB ഹോണേഴ്സ് അല്ലെങ്കിൽ BA LLB കോഴ്സ്. അപ്പൊ BA LLBയിൽ ഏറ്റവും അടുത്ത് നിൽക്കുന്ന സബ്ജക്ട്സ് എന്ന് പറയുമ്പോൾ ഇപ്പൊ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, എനിക്ക് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പഠിക്കാനുണ്ടായിരുന്നു BA സബ്ജക്റ്റ് ആയിട്ട്. അപ്പൊ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, പൊളിറ്റിക്കൽ സയൻസ്, അതോടൊപ്പം തന്നെ ഹിസ്റ്ററി, പൊളിറ്റിക്സ്, ഇങ്ങനെയുള്ള സബ്ജക്റ്റുകളൊക്കെ നമ്മൾ ഓൾറെഡി പഠിക്കുന്നുണ്ട്. അപ്പോൾ ഹിസ്റ്ററി ആണ് എങ്കിലും അതോടൊപ്പം തന്നെ 3-4 സെമ്മുകളിൽ ഹിസ്റ്ററി പഠിക്കാനുണ്ടായിരുന്നു ഡിഗ്രി സബ്ജക്റ്റ് ആയിട്ട്. അപ്പോൾ ഹിസ്റ്ററി നമ്മൾ പഠിക്കുന്നുണ്ട്. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ 2 സെമ്മിലുണ്ടായിരുന്നു. അപ്പോൾ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പഠിക്കുന്നുണ്ട്, പൊളിറ്റിക്സ് പഠിക്കുന്നുണ്ട്, ആൻഡ് ഓൾസോ എക്കണോമിക്സ് 3-4 സെമ്മിലുണ്ട്. അപ്പോൾ എക്കണോമിക്സ് നമ്മൾ പഠിക്കുന്നുണ്ട് ഡിഗ്രി സബ്ജക്റ്റിൻ്റെ ഭാഗമായിട്ട്, ബേസിക് എക്കണോമിക്സ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതെല്ലാം വളരെ ഹെൽപ്ഫുൾ ആണ്. നിങ്ങളൊരു UPSCക്ക് തയ്യാറെടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ UPSCക്ക് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് വളരെ ഉപയോഗപ്രദമായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ LLB എടുക്കുന്നത് കൊണ്ട് ബെനിഫിറ്റ് കിട്ടുന്ന ഒന്നാണ് UPSCക്ക് പ്രിപ്പയർ ചെയ്യുകയാണ് എങ്കിൽ. അതോടൊപ്പം തന്നെ LLBയുടെ മറ്റ് സബ്ജക്റ്റ് ലോ സബ്ജക്റ്റുകളാണ് എങ്കിലും ഒരു സിവിൽ സർവന്റ് എന്ന് പറയുമ്പോൾ ഒട്ടുമിക്ക ലോസിനെ കുറിച്ചും ഒക്കെ ഒരു ധാരണയുള്ള ഒരു വ്യക്തിയായിരിക്കണം. അപ്പം അതുപോലെ തന്നെയാണ് ഒരു അഡ്വക്കേറ്റ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ മിക്ക ലോ സബ്ജക്ട്സും നമ്മൾ അവിടെ കവർ ചെയ്യുന്നുണ്ട്. ഒരു ലോ സ്റ്റുഡന്റ് എന്ന് പറയുമ്പോൾ മൂഡ് കോർട്ട്, ആർബിട്രേഷൻ, മീഡിയേഷൻ മുതലായ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവും. അപ്പൊ അതെല്ലാം എന്തായാലും നിങ്ങൾക്ക് UPSCക്ക് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഗുണകരമായിരിക്കും. കാരണം മൂഡ് കോർട്ട് എന്ന് പറഞ്ഞാലും ആർബിട്രേഷൻ ആണ് എങ്കിലും അവിടെ ഡ്രാഫ്റ്റിംഗ് ഒക്കെ ആണെങ്കിലും നിങ്ങൾക്ക് എങ്ങനെയാണ് അത് ഉപയോഗപ്രദമാകുന്നതെന്ന് വെച്ചാൽ മൂഡ് കോർട്ടിലൊക്കെ നമ്മുടെ പേഴ്സണാലിറ്റിയും കൂടിയാണ് ഡെവലപ്പ് ചെയ്യുന്നത്. അഡ്വക്കസി സ്കിൽസ് ആണ്, അതോടൊപ്പം തന്നെ നമ്മുടെ പേഴ്സണാലിറ്റിയും കൂടി ഡെവലപ്പ് ചെയ്യുന്നത്. എങ്ങനെ നിങ്ങൾക്ക് ഒരു ഇന്റർവ്യൂ ബോർഡിനെ ഫേസ് ചെയ്യാൻ സാധിക്കും, എങ്ങനെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും, അത് നിങ്ങളുടെ എങ്ങനെ പ്രോപ്പർ ആയിട്ടുള്ള റീസണിങ് കൊടുക്കാൻ പറ്റും എന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് അവിടെ ഉപയോഗമായിരിക്കും. അതോടൊപ്പം തന്നെ ഈ ഒരു ഡ്രാഫ്റ്റിംഗ് സ്കിൽസ് ഒക്കെ വേറെ എവിടെയാണ് പഠിപ്പിക്കുന്നത്? LLB കോഴ്സിലല്ലാതെ. അപ്പൊ അങ്ങനെയുള്ള ഡ്രാഫ്റ്റിംഗ് സ്കിൽസ് ഉള്ള ഒരാളാണ് ഒരു മെയിൻസിന്റെ പേപ്പർ UPSCക്ക് എഴുതുന്നതെങ്കിൽ അവർക്ക് കുറച്ചും കൂടി നന്നായിട്ട് അത് ഡ്രാഫ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഇപ്പോൾ ഒരു ഇഷ്യൂ ആണ് അവിടെ തന്നിരിക്കുന്നത്, അപ്പോൾ അങ്ങനെ ഒരു മാറ്റർ ആണ് അവിടെ തന്നിരിക്കുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് നിങ്ങൾ കുറേ പ്രോബ്ലം സോൾവിങ് ചെയ്തിട്ടുള്ള ആളായിരിക്കും LLBക്ക് പഠിക്കുമ്പോൾ. അപ്പോൾ നിങ്ങൾക്കത് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ അത് റീസണിങ് ചെയ്യാനായിട്ടും ലോജിക്കും നിങ്ങളുടെ റീസണിങ്ങും ഒക്കെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതുമൊക്കെ നിങ്ങൾക്ക് ഉപയോഗമായിരിക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ അതോടൊപ്പം തന്നെ മൂഡ് കോർട്ട് ഞാൻ പറഞ്ഞു, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിനും ഇങ്ങനെയുള്ള അഡ്വക്കസി സ്കിൽസ് തന്നെ UPSCക്ക് നിങ്ങൾക്ക് വളരെ ഉപയോഗമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അതോടൊപ്പം തന്നെ മറ്റ് കാര്യങ്ങൾ വരുന്നതാണ് BA സബ്ജക്റ്റ്. ഞാൻ പറഞ്ഞു വളരെ ക്ലോസ് റിലേറ്റഡ് ആണ് BA സബ്ജക്റ്റിൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഓപ്ഷണൽ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ UPSCക്ക് ഓപ്ഷണൽ എടുക്കുന്ന സബ്ജക്റ്റ് ലോ തന്നെയാണ് എങ്കിൽ നിങ്ങൾക്ക് അവിടെ ഈസിയാണ്. ഓക്കെ, ഇപ്പോൾ ലോ നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ്, അത്രയും പഠിച്ചാൽ മതി എന്നല്ല, പക്ഷെ എന്നാലും ലോ പഠിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കത് ഈസി ആയിരിക്കും. നിങ്ങൾക്കത് വീണ്ടും അതിൻ്റെ ഒരു ബേസ് കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ഓൾറെഡി അതിൻ്റെ ബേസും കാര്യങ്ങളും ഒക്കെ ഓൾറെഡി പഠിച്ചതാണ്.
അപ്പോൾ അതുകൊണ്ട് ലോ എടുക്കുകയാണ് ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഈസി ആയിരിക്കും. അതല്ലെങ്കിൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, ഇപ്പോൾ BA ഒക്കെ എടുത്ത ഒരാളാണെങ്കിൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പഠിക്കാനായിട്ടുണ്ടാകും. അപ്പോൾ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഹിസ്റ്ററി ഒക്കെ പഠിക്കാനുള്ള ഒരാളായിരിക്കും BA LLB എടുത്തതാണ് എങ്കിൽ. അപ്പോൾ BA LLB ആണ് പെർഫെക്റ്റ്ലി കറക്റ്റ് നമുക്ക് LLBയിൽ ഇൻ്റഗ്രേറ്റഡ് LLB കോഴ്സിൽ പറയാൻ പറ്റുന്നത്, UPSCക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ വളരെ ഉപയോഗപ്രദമാകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആണ് നിങ്ങൾ ഓപ്ഷനിൽ എടുക്കുന്നതെങ്കിലും അങ്ങനെയും നിങ്ങൾക്കത് യൂസ്ഫുൾ ആകുന്നതാണ്. അപ്പോൾ ഈ രീതിയിലൊക്കെയാണ് UPSCക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് ലോ സബ്ജക്റ്റും കൊണ്ടുള്ള ഗുണം. അപ്പോൾ ഇത് മാത്രമല്ല, CSAT എന്ന് പറയുന്ന ക്വാളിഫയിങ് പേപ്പർ ഉണ്ട്, അതിൽ മാത്സ് ആണ് ബേസിക്സ് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള മാത്സ് ഒക്കെ നമ്മൾ പഠിക്കുന്നില്ല. LLB സ്റ്റുഡൻറ്റ് മാത്സ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് നമുക്കില്ല, പക്ഷേ അത് നിങ്ങൾ സെപ്പറേറ്റ് വർക്ക് ചെയ്താൽ മതി. അതോടൊപ്പം തന്നെ NCERT സബ്ജക്ട്സ് ഒക്കെ പഠിക്കണം, NCERT ബുക്സ്, ടെക്സ്റ്റ് ബുക്സ് പഠിക്കണം. അപ്പോൾ NCERT ടെക്സ്റ്റ് ബുക്സിൽ 6 to 12th വരെയുള്ള ടെക്സ്റ്റ് ബുക്സ് ആണ് പഠിക്കേണ്ടത്. അത് 6 to 12th വരെ മതി എന്നല്ല, അത് ആ ഒരു ടോപ്പിക്സിൻ്റെ വെയിറ്റേജ് അനുസരിച്ച് നിങ്ങൾ ഇൻഡെപ്ത് ബാക്കി പഠിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ആ രീതിയിലൊക്കെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ എന്തുകൊണ്ടും LLB എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മാച്ച് തന്നെയാണ്. നിങ്ങൾക്ക് UPSCക്ക് പ്രിപ്പയർ ചെയ്യാൻ താല്പര്യമുള്ള ഒരാളാണ് നിങ്ങൾ, അല്ലെങ്കിൽ ഒരു UPSC ആസ്പിറൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ LLB എടുക്കുന്നത് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് LLB കഴിഞ്ഞതിന് ശേഷം UPSCക്ക് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കോച്ചിങ് എടുക്കുന്നവരുണ്ട്, UPSC എക്സാം എഴുതിയവരുണ്ട്. അപ്പോൾ അവരൊക്കെ പറഞ്ഞ് ഇങ്ങനെയാണ്, റൈറ്റിംഗ് സ്കിൽസൊക്കെ നമുക്ക് ഇപ്പം നിങ്ങൾ LLBക്ക് ആൻസർ ചെയ്ത പോലെ ആയിരിക്കില്ല UPSCക്ക് ആൻസർ ചെയ്യേണ്ടത്. മെയിൻസിന് ആൻസർ ചെയ്യുമ്പോൾ അതേ രീതിയിൽ ഇപ്പോൾ നമ്മൾ അതുപോലെ എഴുതുന്ന പോലെ അല്ല ഇവിടെ എഴുതേണ്ടത്, അത് ഡിഫറെൻ്റ് ആയിരിക്കും. നിങ്ങൾ പോയിന്റ്സ് ഫ്രെയിം ചെയ്യുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കും. അതുപോലെ ആയിരിക്കില്ല ജുഡീഷ്യറിക്ക് എഴുതേണ്ടത്. ഇപ്പോൾ ജുഡീഷ്യറി എക്സാമിനേഷന് വരുന്ന സമയത്ത് അതുപോലെ നമുക്ക് LLBക്ക് എക്സാം എഴുതിയ പോലെ നമുക്ക് പാരഗ്രാഫ് അല്ലെങ്കിൽ ബുക്ക്ലെറ്റ് അത്ര എടുത്ത് നമുക്ക് എഴുതാൻ പറ്റില്ല. കാരണം നമ്മൾ പക്ക പോയിന്റ്സ് ഫ്രെയിം ചെയ്തിട്ടായിരിക്കണം എഴുതേണ്ടത്. അപ്പോൾ LLB എക്സാമിനേഷൻ എഴുതിയ പോലെ ആയിരിക്കരുത് ജുഡീഷ്യറി എക്സാം എഴുതുന്നതോ അല്ലെങ്കിൽ നമ്മൾ UPSCക്ക് വേണ്ടിയിട്ട് മെയിൻസ് എക്സാം എഴുതുന്നതോ. അപ്പോൾ പോയിന്റ്സ് ഫ്രെയിം ചെയ്യുന്നതിന് അല്ലെങ്കിൽ നമ്മുടെ റൈറ്റിംഗ് രീതി മാറ്റുക എന്നുള്ളതാണ്. ബാക്കി പഠിച്ച കാര്യങ്ങളൊക്കെ സെയിം തന്നെയായിട്ട് വരും. നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വരും. BA LLB എടുത്ത ആളാണെങ്കിൽ അങ്ങനെയുള്ള സബ്ജക്ട്സ് ഒക്കെ അവിടെ ഓൾറെഡി കവേർഡ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മാച്ച് തന്നെയാണ് LLB എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് UPSC ആസ്പിറൻ്റ് ആണ്, LLB എടുത്താൽ ഗുണകരമാകുമോ എന്ന് സംശയമുള്ളവരൊക്കെയാണ് എങ്കിൽ ഒട്ടും സംശയം വേണ്ട, LLB നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. അപ്പോൾ ഇതുപോലെയുള്ള കൂടുതലായിട്ടുള്ള കാര്യങ്ങൾക്കായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.